ഇത് എങ്ങോട്ട് പോവാ? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, കുടുംബശ്രീക്ക് പോവാ. അതിന് നീ കുടുംബശ്രീയിലൊന്നും ഇല്ലല്ലോ. ഞാൻ വന്നെന്ന് 10 പേര് അറിയട്ടെ അമ്മേ. ആ ഫ്രിഡ്ജിൽ നിന്ന് ആ ചോക്ലേറ്റ് കൊടുത്തോ. ഓ ഫ്രീ പബ്ലിസിറ്റി. എവിടുന്ന ഈ മണം വരുന്നേ? ഇതെപ്പോ വന്ന്? ഞാനേ മിനിഞ്ഞാന്ന് വന്ന്. നീ എന്നാ പോകുന്നത്? കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ. ദേ എല്ലാവർക്കും ഉള്ള ചോക്ലേറ്റ് ആണേ. ജീന ഇപ്പൊ നല്ല സൗകര്യത്തിലാ. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ പബ്ലിസിറ്റിയൊക്കെ? ഞാൻ ആയോണ്ട് പറയല, തകർത്തു വാരി. എടി നീ ആ കൊച്ചപ്പാപ്പിനെ ഒന്ന് പോയി കാണണ്ടേ? അപ്പാപ്പി എൻ്റെ ലിസ്റ്റിലുള്ളതാണ്. ഞാൻ വിളിക്കുമ്പോൾ നിന്നോട് പറയാറില്ലേ, അവിടെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. ഒന്നുമില്ലല്ലോ, ഇവിടുത്തെ അപ്പായുടെ അനിയനല്ലേ. അപ്പം അമ്മ കഴിഞ്ഞെല്ലാം മറന്നോ? ഇതെവിടെ പരിപാടി? ഇതാണോ നൈറ്റ് ഡ്യൂട്ടി? പേഷ്യൻസിനെല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയതാ. രാവിലെ ഹാൻഡ് ഓവറിനുള്ളതൊക്കെ എഴുതി വെക്കാൻ പാടില്ല. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എന്ന് ഓരോ പേരും. ഇനി ഉറങ്ങുന്ന വേണ്ട, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. കേട്ടല്ലോ? നീ എവിടെ ഇരിക്കുവാണോ? ഞാൻ നിന്നെ തപ്പി നടക്കുമായിരുന്നു. വിശേഷം? എനിക്ക് വിസ വന്നു. ഞാൻ 1 മാസത്തിനുള്ളിൽ പോവും. എടി നിന്റെ കാര്യം എന്തായി? നോക്കണം, ഒന്നും ശരിയായില്ല. പെട്ടെന്ന് നോക്കുന്നേ. ഇവിടെ ഇരുന്നിട്ട് എന്നാ കിട്ടാനാ? നോക്ക്, തന്നെ ഇരുന്ന് തിന്നുവാ. വേണോന്ന് പോലും ചോദിച്ചില്ല. അമ്മേ, ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പായാ ഫോൺ എടുത്ത്. ജപ്തി നോട്ടീസ് അയക്കുവാന്നാ പറയുന്നേ. അത് കേട്ട് അപ്പ അങ്ങ് വല്ലാണ്ടായി. അതാ ഞാൻ നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയത്. ഇവളുടെ കല്യാണാവശ്യത്തിന് വേണ്ടി എടുത്ത പൈസയാണ്. അത് പലിശയും കൂട്ടുപലിശയും കയറി നല്ലൊരു തുകയായി. നീ കിടക്കുന്നു ഇവളുടെ സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കാൻ. ഇനി അപ്പം സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് അവിടുത്തെ പണി മുഴുവൻ എടുക്കുന്ന ഞാനാ. എന്നെ കിട്ടിയതേ അവർക്ക് ലാഭം. അമ്മ ഒന്ന് അകത്തോട്ട് വന്നു. അപ്പനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ വരാം. എന്നാടി അമ്മേ, ആ കൈ കിടക്കുന്ന വളയും ഇതാ. ഞാൻ നാളെ പണയം വെച്ചിട്ട് ബാങ്കിൽ കയറി പലിശ അടച്ച് ഇനി ഇങ്ങോട്ട് പേപ്പറൊന്നും അയക്കില്ലെന്ന് പറയാം. വേണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കട്ടെ. എടി എൻ്റെ കയ്യിലൊരു വളയും കൂടി ഉണ്ട്, നീ അതും കൂടി എടുത്തോ. വേണ്ട, എന്നിട്ട് വേണം ചേട്ടൻ നീ ചേച്ചിയോട് മിണ്ടായിരിക്കാൻ. അത് ശരിയാ, നീ ഇനി അവനെ പിണക്കണ്ട. ഞാൻ ബാങ്കിൽ പോയി സംസാരിച്ചോളാം. എന്നാ അമ്മ അവിടെ അപ്പാപ്പിയൊക്കെ ഉണ്ടല്ലോ? കുറച്ചു നേരം പോയി അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. ജോസേട്ടായി, എവിടുന്നോ എന്തോ ഒരു ചതി നടക്കുന്നുള്ളത് ഉറപ്പാണ്. ഞാനത് ജോണിയായിട്ട് സംസാരിക്കുകയും ചെയ്ത്. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടായി, ഈ സ്ഥലം ഒരു വിലയിട്ട് ഞാനിങ്ങ് എടുത്തോളാം. എടാ, വില എന്ന് പറയുമ്പോൾ നീ എത്ര ഉദ്ദേശിക്കുന്നത്? സെന്റിന് ഒരു 50,000 രൂപ വെച്ച് തരാം. നല്ല വിലയാ. എടാ, സെന്റിന് 1.5 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം അത്. അത് വിറ്റിട്ട് വേണം ബാങ്കിൽ കാശ് അടച്ചിട്ട് ബാക്കി കാശ് കൊണ്ട് വേണം കൊച്ചിനെ വിദേശത്തേക്ക് വിടാൻ. ചേട്ടാ, ഇത് എന്നാ വർത്താനാ പറയുന്നത്? ഉള്ള പൈസ മേടിച്ച് ബാങ്കിലെ കടം അടിച്ചിട്ട് പെണ്ണിനെ വല്ല ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചു വിടാൻ നോക്കും. പിന്നെ അല്ലാതെ നല്ല 1ാം ക്ലാസ് ഗൾഫുകാരന്മാരെ ഞാൻ കൊണ്ട് തരാം. എന്നാ ചെയ്യണേ ചേട്ടായി? പെണ്ണുങ്ങളായി പോയില്ലേ, നിങ്ങളെ എവിടെയൊക്കെ പിടിച്ച് കെട്ടിച്ചു വിടണ്ടേ? അത് ശരിയാ. ഗൾഫുകാരനാകുമ്പോഴേക്കും അവൻ കൊണ്ട് ജോലി മേടിച്ചു കൊടുത്തു. നമുക്ക് റിസ്ക് ഇല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 50,000 രൂപ നല്ല വിലയാണ്. ചേട്ടാ, ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു 50,000 രൂപ എടുക്കാനുണ്ട്. നാളെ അത് ഉണ്ടാകണമെന്നില്ല. ചേട്ടായി വയ്യാണ്ടൊക്കെ ഇരിക്കുമല്ലേ, ചേട്ടാ നോക്ക്. അതാകുമ്പോ കുടുംബസ്വത്ത് പുറത്തു പോകത്തില്ല ചേട്ടായി. എന്റെ ഷെയറിന്റെ കാര്യം മറക്കണ്ട. കമ്മീഷനൊക്കെ തരാന്നേ. ബാക്കി പൈസക്ക്
അവലെ അങ്ങ് കെട്ടിച്ചും വിടാം. അതെന്നെ ഇടപെടാ. ഞാൻ നാളെ അങ്ങോട്ട് വരാം. നീ നാളെ ഇങ്ങ് വാ. അപ്പാപ്പി പറഞ്ഞ വിലയ്ക്കൊന്നും ഇവിടെ സ്ഥലം കൊടുക്കണ്ട. മോളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം കൂടെ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നടക്കും അപ്പാ, എനിക്ക് കുറച്ച് സമയം എന്താ. മോൾക്ക് ഉറപ്പാണോ? എനിക്ക് നല്ല ഉറപ്പാ. ഡേ, നീ എല്ലാരും പറയുന്നത് കല്യാണം കഴിച്ചു പോകാനാണോ നിന്റെ പ്ലാൻ? ഈ ബന്ധുക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടെ പഠിത്തം കഴിഞ്ഞോടെ എന്നെ പിടിച്ചങ്ങ് കെട്ടിച്ചു. എന്നിട്ടെന്താ, കെട്ടുവന്റെ വീട്ടുകാർ ജോലിക്ക് വിടാന്ന് പറയുകയും ചെയ്തിരുന്നു. അവസാനം കുട്ടിയും പ്രാരാബ്ദമൊക്കെ ആയപ്പോ എന്താ സംഭവിച്ചേ? എന്നോട് കുട്ടീനെയും നോക്കി വീട്ടിലിരുന്നോളാൻ അങ്ങ് പറഞ്ഞു. ആ സമയത്ത് എന്റെ കൂടെ പഠിച്ച എല്ലാവരും വിദേശത്ത് നല്ല ജോലിയും കിട്ടി അങ്ങ് ഒറ്റക്കാലിങ് നിൽക്കും. ഇപ്പൊ ഈ കല്യാണം കഴിച്ച് പോണോന്നൊന്നുമില്ല. കാരണവന്മാരായിട്ട് എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഉള്ള കടമെല്ലാം തീർത്ത് അപ്പായ അമ്മയൊന്ന് സേഫ് ആക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നിനക്ക് കുവൈറ്റോ ഒമാനോ സൗദിയോ നോക്കിക്കൂടെ? നിനക്കും അത് തന്നെയല്ലേ ഇഷ്ടം? പറഞ്ഞപ്പോ എന്തൊരു എളുപ്പമാ. ഈ ജോലിക്കിടയിൽ എനിക്ക് ഈ പഠിത്തം ഒന്നും നടക്കത്തില്ല. പഠിക്കണം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് ലീവ് പറഞ്ഞാൽ അതും എനിക്ക് തരത്തില്ല. പിന്നെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇത് പഠിക്കാന്ന് വെച്ചാലേ ഇപ്പത്തെ സാഹചര്യത്തിൽ അതും പറ്റത്തില്ല. ആര് പറഞ്ഞു ജോലി ഉപേക്ഷിക്കണമെന്ന്? ജോലി ചെയ്തോണ്ടെങ്കിൽ നിനക്ക് ഓൺലൈനിൽ പഠിക്കാമല്ലോ. എന്റെ കൂടെ പഠിച്ച് പലരും വിദേശത്ത് പോയത് ഇങ്ങനെയൊക്കെ തന്നെയാ. കേട്ടപ്പോ എനിക്കും നല്ലതായി തോന്നി. അതിന് അവരെവിടെയാ പഠിച്ചേ? ജോമോൺസ് അക്കാദമി. അവിടെ DH, HAD, MOH, പ്രോമെട്രിക്സ്, SNB, NHRA, പിയേഴ്സൺ വ്യൂ അതൊക്കെ ഓൺലൈനും ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നീ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ ജോമോൺസ് അക്കാദമിയുടെ ആപ്ലിക്കേഷനിൽ കയറുക. അതിനകത്ത് റെക്കോർഡ് വീഡിയോസ് ഒക്കെ കിട്ടും. നിനക്ക് സമയം പോലെയൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതി. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവർ തന്നെ തരും. തിയറി ഒക്കെ PDF ഫയലായിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. പഠിക്കുന്നതിനിടയ്ക്ക് നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയെന്ന് വെക്കുക, അത് ക്ലിയർ ചെയ്ത് തരാനായിട്ടേ അവരുടെ ഫാക്കൽറ്റി എപ്പോഴും അവൈലബിൾ ആണ്. ഡാറ്റ ഫ്ലോ, എക്സാം ബുക്കിംഗ്, പിന്നെ നമ്മുടെ എലിജിബിലിറ്റി ചെക്കിങ് ഇതെല്ലാം അവർ തന്നെ ചെയ്തു തരും. ഇനിയിപ്പോ നിനക്ക് സൗദിയിലാണ് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാല് സൗദി കൗൺസിൽ രജിസ്ട്രേഷൻ ഇല്ലേ, അത് അവർ തന്നെ ചെയ്തു തരും. ഇനി നീ അവിടെ പഠിച്ചു കഴിഞ്ഞ് എക്സാമിന് എങ്ങാനും തോറ്റുപോയാൽ നീ അടച്ച മുഴുവൻ എമൗണ്ടും അവർ നിനക്ക് റീഫണ്ടും ചെയ്യും. നീ നന്ദി പറയൊന്നും വേണ്ട, നീ പോയി പഠിച്ചെങ്കിൽ രക്ഷപ്പെട്ടാൽ മതി. പോക്കോണം അവിടുന്ന്. ഞാൻ 1001 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ പഠിച്ചാലല്ലേ എവിടെയാ പോയി പഠിച്ചതെന്ന്. അപ്പൊ നിങ്ങളുടെ വായിക്കാൻ തന്നെ വാഴപ്പഴമായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്റെ ദാസാ. എടി പെണ്ണുങ്ങളെ, നീ എപ്പോ വന്നടി? ചേച്ചി കുറച്ചു നേരം വന്നിട്ട്, പക്ഷെ വന്ന എന്തായാലും സന്തോഷ വാർത്തയായിട്ടാ. എന്നടി കാര്യം? അതെ, ഇവക്ക് പുറത്തുപോയി പഠിക്കാനായിട്ടെ നല്ലൊരു അക്കാഡമി കിട്ടിയിട്ടുണ്ട്. ഉള്ള കടപ്പാടം ബാങ്കുകാർ എപ്പോഴാ കൊണ്ടുപോകാന്ന് അറിയത്തില്ല. അപ്പോഴേ ഇനി അടുത്തത്. അമ്മേ, ഈ 90% നേഴ്സുമാർ ഈ വെളിയിൽ പോകുന്നത് സൂഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ കടവും വില നേർത്തി വീട്ടിലുള്ള അപ്പനമ്മമാരെ സേഫ് ആക്കാൻ വേണ്ടി തന്നെയാ. ഞാനും പോയി രക്ഷപ്പെടും. ചേട്ടായിമാരൊക്കെ ഇപ്പോ അവന്മാരുടെ കാര്യമൊന്നും പറയണ്ട മോളെ. ചേട്ടായിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നപ്പം പാരമ്പര്യം നല്ലയിടത്തിന് ഒരാണ് പോലില്ലെന്ന് പറഞ്ഞ് ഞാനിടയ്ക്ക് കുത്തുമായിരുന്നു. അതിലൊരു കാര്യമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ വീട് വിൽക്കാൻ നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും വന്ന് വിലയിടിക്കുക. അപ്പാപ്പി, സ്ഥലം ഞാൻ എടുത്തോളാം. നാട്ടുകണപ്പനുസരിച്ചുള്ള ഒരു വിലയും ഞാൻ തരാം. അതിൽ കൂടുതൽ അപ്പൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണം സ്ഥലം. അതാവുമ്പോൾ കുടുംബസ്വത്ത് പുറത്തു പോകത്തില്ലല്ലോ. GCC പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് DHA, MOH, HAD, പ്രോമെട്രി അങ്ങനെ നിരവധി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ജോമോൺസ് അക്കാഡമി. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ പഠിക്കാം. ക്രാഷ് കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഫ്ലോ, എക്സാം ബുക്കിംഗ്, എലിജിബിലിറ്റി ചെക്കിംഗ് അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും ജോമോൺസ് അക്കാഡമി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാവർക്കും താങ്ക് യു. Subscribe my channel.